അനുദിനം പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യം. സാങ്കേതികവിദ്യയുടെ കാര്യത്തിലാണെങ്കിൽ വൻകിട രാഷ്ട്രങ്ങളെയും കടത്തിവെട്ടിയാണ് ഇന്ത്യയുടെ കുതിപ്പ്. യുദ്ധോപകരണ നിർമ്മാണ രംഗത്ത് മെയ്ക്ക് ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയുടെ നിർമ്മിതികൾക്ക് ആവശ്യക്കാർ ഏറി വരികയാണ്. രാജ്യത്തിനകത്തും വൻകിട മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കെ റെയിൽവേയിൽ നിന്നും പുതിയ നീക്കം ഉണ്ടായിരിക്കുകയാണ്. ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നാലെ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിലാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. രാജ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ പെരമ്പൂർ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മാണം പൂർത്തിയായി നോർത്തേൺ റെയിൽവേക്ക് കൈമാറിയ ശേഷം ഹരിയാനയിലെ സോനിപത് ജിങ് പാതയിൽ ഇതിൻ്റെ പരീക്ഷണ ഓട്ടം ഉടനുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈഡ്രജൻ തീവണ്ടിയുടെ ഭാരം കയറ്റിയുള്ള പരീക്ഷണം പൂർത്തിയായതായി ICF ജനറൽ മാനേജർ യു സുബ്ബറാവു അറിയിച്ചു. ഇതിൻ്റെ എഞ്ചിൻ ജൂലൈയിൽ ICFൽ പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു. 118 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വണ്ടിയുടെ മുന്നിലും പിന്നിലും ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഓരോ എഞ്ചിനുകളും നടുവിൽ 8 കോച്ചുകളുമാണ് ഉണ്ടാകുക. മൊത്തം 2600 പേർക്ക് യാത്ര ചെയ്യാം. നിരീക്ഷണ ക്യാമറകളും സ്വയം പ്രവർത്തിക്കുന്ന വാതിലുകളും ഉണ്ടാകും. ടാങ്കിൽ സംഭരിച്ച ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി ഫ്യുവൽ സെൽ ഉപയോഗിച്ച് സംയോജിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയാണ് എഞ്ചിനെ ചലിപ്പിക്കുക. ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം മാത്രമാണ് പുറന്തള്ളുക എന്നതുകൊണ്ട് മലിനീകരണം ഒട്ടും ഉണ്ടാകില്ല. 1200 കുതിരശക്തിയുള്ള എഞ്ചിനുകളാണ് ഹൈഡ്രജൻ ട്രെയിനിലുള്ളത്. മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി ഉടൻ പുറത്തിറങ്ങുമെന്നും നിർണായക നാഴികക്കല്ലാണിതെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ലോകത്ത് 4 രാജ്യങ്ങൾ മാത്രമാണ് ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിക്കുന്നതെന്നും അവയുടെ എഞ്ചിന് 500 മുതൽ 600 വരെ കുതിരശക്തിയേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. നോർത്തേൺ റെയിൽവേയിലെ സോനിപത് ജിങ് പാതയിലാകും ആദ്യ വണ്ടി സർവീസ് നടത്തുക. വിവിധ പൈതൃക പാതകളിൽ 35 ഹൈഡ്രജൻ തീവണ്ടികൾ ഓടിക്കാനാണ് റെയിൽവേ പദ്ധതിയിടുന്നത്.